എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു ഹൈ ക്വാളിറ്റി വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടി മോഡൽ കൂടിയ വണ്ടിയാണ്, BS6 ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം. 2021 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,88,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന 2.4V മാനുവൽ വേരിയന്റിലുള്ള ഒരു ഇന്നോവ ക്രിസ്റ്റയാണിത്. അപ്പോൾ ഈ വണ്ടി ഒരു കൊറിയൻ കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അത് നല്ല രീതിയിൽ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വണ്ടിയുടെ വാക്ക് അറൗണ്ട് വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും കിലോമീറ്റർ ഓടിയതുകൊണ്ട് വണ്ടിക്ക് അത്യാവശ്യം ന്യായമായ വിലയും മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ വണ്ടി നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയറൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് 2021 മാർച്ച് മാസത്തിൽ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കറക്റ്റ് ആ ഡേറ്റ് അനുബന്ധമായിട്ട് പോയിരിക്കുന്നതാണ്. അത് 2027 മാർച്ച് വരെ ഇതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് നേരിട്ട് പോകാം. അപ്പോൾ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിലൊരു റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഈ ഫ്രണ്ട് വിൻഷീൽഡാണ്. അത് 2023 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത്. ഈ വണ്ടിയിൽ 2-3 പീസ് പെയിന്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ ഓരോ സൈഡ് പറഞ്ഞു പോകുമ്പോഴത്തേനും പറയാം. അപ്പോൾ ഈ ഫെൻഡറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീപെയിന്റോ വന്നിട്ടില്ല. ഈ 2 ഡോറുകളിലേക്ക് വരുമ്പോൾ ഈ 2 ഡോറിലും ചെറിയ രീതിയിൽ റീപെയിന്റ് വന്നിട്ടുണ്ട്. അത് വലിയൊരു ഡിഫറൻസ് ഒന്നും കാണിക്കുന്നില്ല. ഒരു 200 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കാണിക്കുന്നത്. നോർമലി നല്ല പുട്ടിയൊക്കെ കയറിയതാണെങ്കിൽ ഒരു 500, 1000, 1500, 2000 ഒക്കെ പോകും. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ഡോറും തുറന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊന്ന് നോക്കാം. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പുറക് ഡോറിലേക്ക് വരാം. ഈ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ അവിടുത്തേതും താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തേതും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ബോഡി ലൈനൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതിലൊന്നും ഒരു ഡെന്റുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബോഡി ലൈൻ എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്തേക്ക് വരാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ടൈൽ ലൈറ്റിൽ നിന്ന് തുടങ്ങാം. ഈ 2 ടൈൽ ലൈറ്റിൽ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ക്രാക്കുകളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡിക്കിയിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല. ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഈ ഡിക്കി ഗ്ലാസും കമ്പനി ഒറിജിനൽ അന്ന് വന്ന 2021 സീരീസിലുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്ന് ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ഇവിടുത്തെ പേസ്റ്റിങ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡിക്കിയുടെ പാഡിലേക്ക് വരുമ്പോൾ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് പഞ്ചിങ് ഒക്കെ നമുക്ക് കാണാം. ഈ ഭാഗമൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ താഴെ വശവും അതേപോലെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു നട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ചെറിയ പൊടി അഴുക്കൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. വണ്ടിയുടെ ബാക്ക് സൈഡ് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. GR-ൻ്റെ ഒരു ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു താഴെ വശത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലീൻ ആയിട്ട് കാണാം. ഇവിടെ ഒന്നും റസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകളും നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഇത് അടച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ക്വാർട്ടർ പാനലിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഇവിടെ ഒരു ചെറിയ കല്ലടിച്ച പോലെ ഒരു ചെറിയൊരു ഡോട്ട് പോലെ ഒരു ഡെൻ്റ് ഉണ്ട്. പിന്നെ ഈ 2 ഡോറുകളും ചേർത്ത് ഞാൻ പറയണം, ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയർ കണ്ടീഷനിലാണ് ഉള്ളത്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളും ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ഡോറിൽ ചെറിയ രീതിയിൽ പാർഷ്യലി പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതൊന്നും പക്ഷേ നമുക്കൊരു കളർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അത്രയും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ ഫെൻഡറിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഡോറും തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം.
ഇവിടേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഡോർപാടുകൾ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് പോകാം. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് ഡോർ തുറക്കാം. ഈ ഫ്രണ്ട് ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ പേസ്റ്റിംഗ് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം. സ്വിച്ചുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുവാണ്. അപ്പോൾ തന്നെ പറയാം, ഈ വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് തന്നെയാണ് മാറിയിരിക്കുന്നത്. അതിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കല്ലടിച്ച പോലത്തെ ഒരു പാടുണ്ട്. അത് ഞാൻ എടുത്ത് പറയുവാണ്. നമ്മളിങ്ങനെ ഓരോ ചെറിയ ഡീറ്റെയിലും എടുത്തു പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വണ്ടിയെ പറ്റിയുള്ള ഒരു മൊത്തം ഐഡിയയും കിട്ടും. വണ്ടിയിൽ എന്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും വണ്ടിയുടെ ക്വാളിറ്റി എന്നാണെന്നുള്ളതും നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ബോണറ്റിലേക്ക് വരുമ്പോഴത്തേനും ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് രണ്ടിലും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ക്രാക്കുകളോ ഡാമേജുകളോ ഒന്നും തന്നെ ഇല്ല. നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് തുറന്ന് ബോണറ്റിൻ്റെ ഉൾവശം ഒന്ന് കാണാം, എൻജിൻ റൂം കാണാം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് ബോണറ്റിൻ്റെ ഈ ഒരു വശത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്തെയൊക്കെ പേസ്റ്റിങ് നമുക്ക് കാണുമ്പോൾ അറിയാം കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഈ നട്ടുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് ഈ നട്ടുകളുടെ കണ്ടീഷനൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വേറൊരു കളർ ടൂൺ ആയിരിക്കും, ബോഡി കളറുമായിട്ട് ശകലം വ്യത്യാസമുള്ളതാണ് നമുക്ക് BS6 വണ്ടികളിൽ വരിക. ബാറ്ററി ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാറ്ററി തന്നെയാണ് എക്സൈഡിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ക്രോസ് ബാറിലേക്ക് വരുമ്പോൾ അറിയാം പഴയ വണ്ടികളിലെ പോലെയല്ല, പുതിയ വണ്ടികളിൽ പഞ്ചിങ് മാർക്കുകൾ കുറച്ചും കൂടെ കനം കുറഞ്ഞ രീതിയിലായിരിക്കും, നമുക്ക് പെട്ടെന്നൊരു വിസിബിൾ ആകുന്ന രീതിയിലായിരിക്കുമല്ലോ ഉള്ളത്. എൻജിൻ റൂം മൊത്തത്തിൽ നമ്മൾ കാണുമ്പോഴത്തേന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ ഇരിപ്പുണ്ട്. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ ഇത് 2.4V മാനുവൽ വേരിയന്റിലുള്ള ഒരു വാഹനമാണ്. അപ്പോൾ നമ്മളിത് ഒരു 7 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്താണ് വന്നത്. നമ്മൾ ക്ലച്ചിലൊന്നും കട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഗിയർ ഷിഫ്റ്റിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല, ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ സസ്പെൻഷൻ വൈസ് ആയിട്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. വണ്ടി നല്ല സ്മൂത്താണ്. 1,88,000 കിലോമീറ്റർ ഓടി എന്നുള്ളതിൻ്റെതായ യാതൊരു ഫീലിങ്സും നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടത്തില്ല. വണ്ടി ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. അപ്പം നമുക്ക് ഇനി നേരിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് വണ്ടി അന്ന് വന്ന അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഡാഷ്ബോർഡിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും പറ്റിയിട്ടില്ല. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോഴോ മീറ്റർ കൺസോളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഈ ഇന്നോവ ക്രിസ്റ്റകളിൽ വരുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ AC വെൻറ്റ് പൊട്ടുക എന്നുള്ളതാണ്. ഈ വണ്ടിയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ സ്റ്റിയറിങ്ങിൽ നിറയെ ക്രാക്കുകൾ വരും. ഈ വാഹനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ 1-2 ക്രാക്കുകളല്ലാതെ ഒന്നും തന്നെ ഈ സ്റ്റിയറിങ്ങിൽ ഒന്നും വന്നിട്ടില്ല. അത്രയും നല്ല രീതിയിൽ ഈ വാഹനം കൊണ്ട് നടന്നിട്ടുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ. സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതാണ് ശരിക്കും Vയിലും Gയിലും ഒക്കെ വരുന്ന ഒറിജിനൽ കമ്പനിയുടെ സീറ്റ്. ഇതൊരു തരം പോളിസ്റ്റർ ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ലെതർ സീറ്റുകളിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വിടുന്ന സീറ്റിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കീറൽ വന്നിട്ടുണ്ട്. അത് ഇത്ര നാളും ഇരുന്ന് ഓടിച്ചതിൻ്റെതായ ഒരു ഡാമേജാണ്. അത് നമുക്ക് ആ ഒരു സിംഗിൾ പീസ് തന്നെയായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മൾ ഇവരോട് പറഞ്ഞാൽ അത് അവരത് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറകു നിര സീറ്റുകൾ നമുക്കൊന്ന് കാണാം.
പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ അതേ സീറ്റുകൾ തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. അതിലൊന്നും പുറകിലത്തെ സീറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. അകത്ത് അത്യാവശ്യം നല്ലൊരു മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ പുറകു നിര സീറ്റുകളിലേക്ക് വരുവാണെങ്കിൽ പുറകിലത്തെ നിര സീറ്റുകളും നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ടോപ്പിലൊന്നും ചെളിയോ ഒഴുക്കോ പൊടിയോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വശത്തിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ പുറകിൽ നിന്ന് ഒന്നും കൂടെ കാണിക്കാം. നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. നമ്മളിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം 90% ഉള്ള ടയറുകളാണ് കിടക്കുന്നത്. 2024 മാനുഫാക്ചറിങ്ങിലുള്ള ബ്രിഡ്ജ് ടയറുകളാണ് നാലും കിടക്കുന്നത്. നാലും ഒരുമിച്ചെടുത്ത ടയറുകളാണ്. ഇതാണ് പുറകിലത്തെ ടയർ. ഇതും ബ്രിഡ്ജ് 2024 സീരീസിലുള്ള ടയറുകളാണ് കിടക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഒരു 80% ഉള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വണ്ടിയുടെ ഓൾ അറൗണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വണ്ടി നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ടോപ്പ് ക്ലാസ് വണ്ടിയാണ്. ഇത്രയും കിലോമീറ്റർ ഓടിയതാണെന്ന് ഒരു മനുഷ്യൻ ഈ വണ്ടി കണ്ടാൽ പറയത്തില്ല. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ പറയാം. 2021 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,88,000 1,88,000 ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് 2026 മാർച്ചിലാണ്. അതിൻ്റെ ടാഗ് ഉൾപ്പെടെ ഇതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, ടൊയോട്ടയുടെ ടാഗ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ് 2027 മാർച്ച് വരെ വാലിഡാണ്. ടയറുകളൊക്കെ ഏകദേശം 90% ഉള്ള ബ്രിഡ്ജ് പുതിയ ടയറുകളാണ് കിടക്കുന്നത്. സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് നമുക്കൊരു 80% ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡ് കീയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് സജസ്റ്റ് ചെയ്യണം. 2021 മോഡൽ ഒരു വാഹനത്തിൻ്റെ വിലയൊന്നും അല്ല ഈ വാഹനത്തിന് ചോദിച്ചേക്കുന്നത്. അത്യാവശ്യം കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇവർ ഈ വാഹനം വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 15,80,000 രൂപയാണ്. 15,80,000 റുപ്പീസാണ് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ്. പക്ഷേങ്കിൽ ഈ റേറ്റിൽ എന്തെങ്കിലും ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ വരത്തുള്ളൂ ഓൺ ടേബിൾ എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വണ്ടി നമ്മൾ ഗ്യാരണ്ടി പറയുകയാണെങ്കിൽ വാഹനം എടുത്തിട്ട് നിങ്ങൾക്ക് ₹1 മുടക്കാനില്ല. എടുക്കുക, ഡീസൽ അടിക്കുക, ഓടുക, ആ ഒരു കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കൊറിയൻ കമ്പനിയുടെ ഉടമസ്ഥതയുള്ള വണ്ടിയാണ്. അവരത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഏതെങ്കിലും കമ്പനികളുടെ ഓണർഷിപ്പിലുള്ള വണ്ടി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കണ്ണു അടച്ചെടുത്തോണം. കാരണം അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പീരിയോഡിക് സർവീസുകളാകട്ടെ എന്തുവാകട്ടെ അവർ ഈ A to Z കാര്യങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനങ്ങളായിരിക്കും. അതുപോലെ ഞാനൊരു പ്രത്യേക കാര്യം കൂടി എടുത്തു പറയുകയാണ്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വരുന്ന ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആദ്യം നമ്മൾ ഇടുന്നത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിലാണ്. അപ്പോൾ നമ്മളെല്ലാ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രീമിയം വണ്ടികളാകട്ടെ, ചെറിയ വണ്ടികളാകട്ടെ, ഇവിടുന്ന് എടുത്ത് നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം, അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ഡിഫറൻസ് കിട്ടുന്ന എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇവിടുന്ന് വാഹനം പർച്ചേസ് ചെയ്ത് നാട്ടിലെത്തിച്ച് രജിസ്റ്റർ ചെയ്യുന്നിടം വരെ ഡൽഹിയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾ 100% സിൻസിയറായിട്ട് റെസ്പോൺസിബിളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നിങ്ങളൊരു വാഹനത്തിന് ഓർഡർ നമുക്ക് തരുന്നത് തൊട്ട് നിങ്ങൾ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ 100% കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉള്ള നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.